ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റഷീദ് എന്നാണ്. കൊടുവള്ളിയാണ് സ്വദേശം. ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ ഞാനും ഒരു ട്രഡീഷണൽ മേഖലയിലാണ് ബിസിനസ് ചെയ്തത്. ഈ ബിസിനസ് അവസരം പരിചയപ്പെടുത്തിയത് പന്നൂർ സ്വദേശി ഉമറുസ്താദാണ്, ഇന്നത്തെ NTC ലീഡർ. ലേശം ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു മേഖല ഞാൻ ഏറ്റെടുത്ത സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഏറ്റെടുത്തല്ല, ഞാൻ എന്നെ പരിചയപ്പെടുത്തി എൻ്റെ ലീഡർ ഉമറുസ്താദിന് വേണ്ടി ഏറ്റെടുത്താണ്. ഇതിലുള്ള ഒരുപാട് ആളുകൾക്ക് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കേട്ടതായിട്ട് കുറച്ച് ആളുകൾ, പുതിയ ഒരുപാട് ആളുകളുണ്ട്. കുറെ ആളുകൾക്ക് എൻ്റെ എക്സ്പീരിയൻസ് അറിയാം. ഞാൻ ഒന്നുകൂടെ പറയാം. നിലവിൽ ട്രഡീഷണൽ മേഖല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉമറുസ്താദായിട്ട് ബന്ധപ്പെട്ടത് കൊറോണ സമയത്താണ്. ഉമറുസ്താദിന്റെ വീട്ടിൽ പോയിരുന്ന സമയത്ത് ഒരു ദിവസം ഒരുപാട് പേസ്റ്റും സോപ്പും സാധനങ്ങളൊക്കെ ഉമറുസ്താദിന്റെ വീട്ടില് ഷോക്കേസിൽ ഡിസ്പ്ലേ വെച്ചത് കണ്ടു. ഞാൻ ചോദിച്ചു, ഉമറുസ്താദ് എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഉമറുസ്താദിന് ഒരു പേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചു. എനിക്ക് കിട്ടിയ റിസൾട്ട് ആണ് ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചെടുക്കാണ്ടായ കാരണം. തുടക്കത്തില് ഞാനും ഒരുപാട് ആളുകളെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം ശരിക്കും മുമ്പോട്ട് പോകാൻ പറ്റിയല്ലേ, തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ ശേഷം ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ റിസൾട്ട്, എനിക്ക് വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, വൈഫിന് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന് കിട്ടിയ റിസൾട്ടാണ് ഇന്ന് ഈ ഒരു മേഖലയിൽ പിടിച്ചു നിൽക്കാണ്ടായ കാരണം. ഇവിടെ ഞാൻ വന്ന സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം, എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ലീഡർ പറഞ്ഞ വാക്ക് എന്താണോ അത് കേട്ടു. ഇപ്പൊ മുസാർ പറഞ്ഞത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മാത്രമാണ്. പക്ഷെ ഒരുപാട് ആളുകൾ ചെയ്യുന്നത് വേറെ മറ്റു കാര്യങ്ങളാണ്. അതായത് നമ്മളൊക്കെ ഓരോ മൈൻഡ് ബ്ലോക്കുകൾ, നമുക്കൊരു മനസ്സിലൊരു സംഭവം ഉണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എന്നെ പഠിപ്പിക്കണ്ട എന്നുള്ള ലെവലിൽ ഒരുപാട് ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരു സാധ്യതയില്ല, ഒരു ചാൻസും ഇല്ല. ഈ ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ അനുസരണം. നമ്മൾ സറണ്ടർ ചെയ്യാൻ തയ്യാറാവുക, നമ്മളെ പരിചയപ്പെടുത്തിയ ലീഡേഴ്സിനെ വിശ്വസിക്കാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ എന്നോട് ഉമറുസ്താദ് പറഞ്ഞു, ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. അത് ഞാൻ ഐഡിയ ക്രിയേറ്റ് ചെയ്തു. ഒരു വർഷം ഞാൻ ബിസിനസ്സിൽ ഒന്നും ചെയ്തിട്ടില്ല. ഒരു വർഷത്തിന് ശേഷമാണ് ഞാൻ ഈ ഒരു മേഖല ഐഡിയ എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായത്. ഒരു ദിവസം എൻ്റെ പ്രശ്ന പരിഹാരത്തിന് ഞാനൊരു ഉൽപ്പന്നം വാങ്ങിക്കാൻ വേണ്ടി ഉമറുസ്താദിന്റെ വീട്ടിലേക്ക് പോയി. മീൻസ് ID കട്ടാവുന്നതിന്റെ കുറച്ചു മുമ്പ് ഉമറുസ്താദ് വിളിക്കുകയാണ്, നിങ്ങൾ ID കട്ടാനായിട്ടുണ്ട്, എന്ത് ചെയ്യുന്നു, ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടോ അതല്ലെങ്കിൽ ഒഴിവാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഉമറുസ്താദ് പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞ് ഞാനും വൈഫും കൂടെ അവിടെ പോയി. എൻ്റെ പ്രശ്നത്തിനുള്ള യൂറിക് ആസിഡുള്ള പ്രൊഡക്റ്റും അതേപോലെ ഗ്യാസിനുള്ള പ്രൊഡക്റ്റും വാങ്ങിച്ചു. അന്ന് എൻ്റെ ID ആ കട്ടാവുന്നതിന്റെ 2 ദിവസം മുമ്പാണ് ഞാൻ ID ആക്ടിവേഷൻ ആക്കിയത്. അന്ന് ID ആക്ടിവേഷൻ ആക്കി വെച്ച് ഒരു വർഷം ഞാൻ മെയിൻ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ മൈൻഡ് ബ്ലോക്ക് ആണ്. ഞാൻ ബിസിനസിനെ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്തില്ല, തയ്യാറായിട്ടില്ല. ഞാനിതിനെ പഠിച്ചത് കാരണം മുമ്പേ ഒരുപാട് സെല്ലിംഗ് പോലെ സംഗതികൾ കേട്ടതും കണ്ടതും ആയതുകൊണ്ട് ഞാൻ ഉമറുസ്താദ് പറഞ്ഞു, ഉമറുസ്താദ് നടക്കൂല, ഉമറുസ്താദ് വിജയിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ സാധ്യത. അതായത് മുമ്പേ നമ്മൾ എത്തിപ്പെട്ട മേഖല പോലത്തെ, നെറ്റ്വർക്ക് പോലത്തെ കാലഘട്ടമല്ല ഇപ്പം. സുഖസുന്ദരമായി വിജയിക്കാൻ പറ്റിയൊരു മേഖലയാണ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ഒരു 1 ഡേ ട്രെയിനിങ്ങിന് മലപ്പുറം ജില്ലയിൽ ഒരു ട്രെയിനിങ്ങിന് പോയത്. ആ 1 ഡേ ട്രെയിനിങ്ങിന് ഞാൻ പോകുന്ന സമയത്ത് ഉമറുസ്താദ് പറഞ്ഞു, ഇവിടുന്ന് ബസ് ഉണ്ട്, ബസ്സിൽ പോവാന്ന് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് ബസ്സിന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത സമയത്ത് ബസ്സിലെ ഡ്രൈവർ ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, സ്ഥിരമായി കാണുന്ന ആളാണ്. അപ്പൊ ഞാൻ ഉമറുസ്താദിനോട് എന്ത് പറഞ്ഞു, ബസ്സിൽ ഞാനില്ല, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞു. അതായത് ആ സുഹൃത്തിനോട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഹാർഡ്വെയർ ഷോപ്പ് എടുത്തുനിന്ന് ഞാൻ ഒരിക്കലും സോപ്പും പേസ്റ്റും വിൽക്കുന്ന ഒരു സംഭവത്തിന്റെ മീറ്റിങ്ങിന് പോകുന്നത് എനിക്കൊരു മോശം പോലെ തോന്നി. പക്ഷെ ശരിക്ക് നേരെ തിരിച്ചായിരുന്നു എനിക്ക് ഭാവിയിലാണ് മനസ്സിലായത്. അങ്ങനെ ഞാൻ സ്വന്തം വണ്ടി എടുത്തു, മലപ്പുറം ജില്ലയിലെ ട്രെയിനിങ്ങിന് പോയി പങ്കെടുത്തു. തിരിച്ചു വരുന്ന സമയത്ത് ഞാനും എൻ്റെ വൈഫും എടുത്തൊരു തീരുമാനമാണ് ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. ശേഷം ഒരു 2 മാസത്തിന് ശേഷം ഒരു 2 ഡേ RTP വൈത്തിരി റിസോർട്ടിൽ വന്നു. ആ സമയത്തും ഞാനും ഉമറുസ്താദ് പറഞ്ഞു, കട കൂട്ടിയിട്ട് എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. കാരണം അന്ന് എനിക്ക് ഡയറക്ട് സെല്ലിംഗ് മനസ്സിലായിട്ടില്ല, മൈലേഷ്യൽ മനസ്സിലായിട്ടില്ല, ഉൽപ്പന്നം മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിന് 2 ഡേ RTPക്ക് പോയി. അവിടെ എത്തി ആ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ അവിടെ നടന്ന ഒരുപാട് സെക്ഷനുകൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല.
ഇപ്പം പുതുതായിട്ട് പോകുന്ന ഒരുപാട് ആളുകൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഞാനും അന്ന് ഇവിടുന്ന് പോയി ജസ്റ്റ് തുടങ്ങിയതിന് ശേഷമാണ് അവിടെ എത്തിയത്. പ്രോഗ്രാം തുടങ്ങി. ഞാൻ ഏറ്റവും ബാക്കിലെ ലെഫ്റ്റ് സൈഡിലെ പില്ലറിന്റെ സൈഡിൽ അവിടെ മാറി നിന്ന് കുറച്ച് സമയം മാറി നിന്നു. ശേഷം ഞാൻ ആ ഒരു പ്രോഗ്രാം കണ്ട ഓരോ സെക്ഷനുകളും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ തള്ളി നീക്കി. രാത്രിയായപ്പോ ഞാൻ ഉമർസ്ഥാനോട് ചോദിച്ചു, ഉമർസ്ഥാ ഞാൻ വല്ല പോട്ടെ വെച്ച്. ഉമർസ്ഥാൻ ഇവിടുന്ന് പോകാൻ പാടില്ല, ഇവിടെ ഗേറ്റ് അടിച്ചിട്ട് പുറത്തിറങ്ങാൻ പറ്റൂല. ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് ഉമർസ്ഥാൻ ചിലപ്പോ അന്ന് ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ ഇറങ്ങി വിട്ടാളോ എന്നൊരു ചെറിയൊരു സംശയം ഉമർസ്ഥാനുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേത് രാവിലത്തെ മോർണിംഗിലെ സെക്ഷൻ വീണ്ടും കേട്ടു. പക്ഷെ അന്ന് വൈകുന്നേരത്തോടു കൂടി ബെൽസാറെ അവസാന സെക്ഷനോട് കൂടി മലേഷ്യയിലല്ല ഞാൻ കേട്ടത്. മീൻസ് നമ്മൾ എങ്ങനെ ആരാവണം എന്താവണം എന്നുള്ള ആ ഒരു സെക്ഷനിൽ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ശേഷമാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിയത്. ശേഷം ഏകദേശം ഒരു വർഷത്തോളം കട കൊണ്ടിടുന്നു. പിന്നെ പ്രതിസന്ധികൾ വന്നു. ആ ഷോപ്പ് ഒഴിവാക്കി ഇന്ന് ഫുൾ ടൈം കരിയർ ആയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ഈ ബിസിനസ്സിലേക്ക് വരുമ്പം എന്നെ ആദ്യം റിജക്ട് ചെയ്ത എന്റെ ഫാമിലിയിൽപ്പെട്ട എന്റെ വൈഫ്, അവരിന്ന് എന്റെ കൂടെ DTC റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അത്രത്തോളം വരാൻ വേണ്ടി സാധിച്ചു. കാരണം അന്നൊക്കെ ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് ഈ ബിസിനസ്സിന് നടന്നു. നമ്മൾ ഒരുപാട് ആളുകൾക്ക് വരുന്നൊരു പ്രശ്നമാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് ഇതിനെ അളക്കും. ഒരിക്കലും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിനെ നമ്മളെ ബുദ്ധി കൊണ്ട് അളക്കാൻ പാടില്ല. കാരണം നമുക്ക് ഒരുപാട് മൈൻഡ് ബ്ലോക്കുകൾ ഉണ്ടാവും. നമ്മൾ കേട്ട പല പ്രശ്നങ്ങൾ, നമ്മളെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് നമ്മൾ ഇതിനായിട്ട് ഒരുപാട് പിന്നോട്ടൊക്കെ പോകുന്നത്. ഇവിടെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. പക്ഷെ നമ്മൾ എല്ലാ ആളുകളെയും പ്രശ്നം എനിക്കെല്ലാം അറിയാം, എന്നോടൊന്നും പറയണ്ട. പക്ഷെ അത്തരം ആളുകളെ നമ്മൾ ശക്തമായി ഫോളോ ചെയ്താൽ അവരൊന്നാണ് നമ്മളെ കൂടെ വരുന്നത്. അങ്ങനെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, ബിസിനസ് ഏറ്റെടുത്തു, ടീമായി. തുടക്കത്തിൽ ഞാൻ ഈ അവസരം, എനിക്ക് കിട്ടിയ അവസരം ആളുകളോട് പറയണല്ലോ, ബിസിനസ് അല്ലേ. അങ്ങനെ ഞാൻ എന്റെ സുഹൃത്ത്, ഇന്നിപ്പം STC റാങ്കിൽ വർക്ക് ചെയ്യുന്ന സാബ് സാർ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീട്ടിൽ പോയി അവസരം പറയാൻ പോയി. ഇത് പലതവണ നിങ്ങൾ കേട്ടായിരിക്കട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പലതവണ കേട്ടാലും വീണ്ടും കേൾക്കേണ്ട ഒരു സംഭവമാണ്. അതായത് സാബി സാറെ വീട്ടിൽ പോയി ഞാൻ അവസരം പറഞ്ഞു. നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ് കേട്ട പാടാ നിങ്ങളെ മനസ്സിലേക്ക് ഒരുപാട് ആളുകൾ ഓടി വന്നിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, റിജക്ട് ചെയ്തായിരിക്കും. ഞാൻ സാബി സാറോട് ഞാൻ ഈ അവസരം പറയാൻ വേണ്ടി വീട്ടിൽ പോയ സമയത്ത് ഏകദേശം 18 തവണ വീട്ടിൽ പോയിരുന്ന സമയത്താണ് ആ വ്യക്തി എന്നോട് ഒരു ഉൽപ്പന്നം വാങ്ങിയത്. ഈ ഇരിക്കുന്ന എത്ര പേര് ഒരു വ്യക്തിയോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടാവും? നമ്മൾ 1 or 2 തവണ പറയുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരും, ഇനിയുമാണോ വന്നോട്ടെ, ഓന്റെ കാല് പിടിക്കാൻ കഴിയില്ല, അല്ലെ ഓനെ നോക്കാൻ കഴിയില്ല, പോട്ടെ എന്നുള്ള ലെവൽ. പക്ഷെ ഞാൻ എന്റെ സുഹൃത്തായ വ്യക്തിന്റെ അടുത്ത് പോയ സമയത്ത് ആദ്യം പേസ്റ്റ് കൊടുത്തപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, റിജക്ട് ചെയ്തു, വേണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? 175 രൂപയാണ് MRP. 175 രൂപന്റെ പേസ്റ്റ് വാങ്ങാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വീണ്ടും എന്ത് ചെയ്യാണ്, പോയി. അങ്ങനെ പലതവണ പോയ സമയത്തും ഇയാളിനോട് എന്ത് ചെയ്യുന്നില്ല. കാരണം ഇയാൾ പെയിന്റിങ്ങിന്റെ പണി കഴിഞ്ഞ് വരികയാണ്. വന്നിരിക്കുന്ന സമയത്തേക്കും ഞാൻ പോകുന്ന സമയത്ത് ഇയാൾ ക്ഷീണിതനായിരിക്കും. പക്ഷെ എന്റെ ഉദ്ദേശം എന്താ, ഇതെങ്ങനെങ്കിലും ഒന്ന് ഇയാളെ പിടിപ്പിക്കണം എന്നുള്ളത് മാത്രമാണ്. അയാൾക്ക് ക്ഷീണമുണ്ടോ, അയാൾക്ക് അസ്വസ്ഥത ഉണ്ടോ ഒന്നുമില്ല. പക്ഷെ പല സമയത്ത് റിജക്ട് ചെയ്തു. വീണ്ടും ഞാൻ പോയി. ആ സമയത്ത് ഒരു തവണ എന്നോട് ചോദിച്ചു, ഇതിന്റെ വില എത്രയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത്ര ഉണ്ട്. അപ്പൊ അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ പോയപ്പോ ഞാൻ പറഞ്ഞു, ഈ ഒരു പണി 175 വേണ്ട, 125 തന്നാ മതി. കാരണം എന്താ, എന്റെ കയ്യിലുള്ള പേഷ്യനെ കിട്ടിയ വിലക്ക് ഞാൻ വിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ തീരുമാനത്തിലേക്ക് മാറി. അങ്ങനെ ഞാൻ ആ സമയത്ത് കിട്ടിയ വിലക്ക് ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി തയ്യാറായി. അപ്പൊ ഓൻ എന്ത് ചെയ്തു, ഓന് വാങ്ങി നോക്കി വില കേട്ടപ്പോ, കാരണം കഴിഞ്ഞ ദിവസം പറഞ്ഞു വന്ന സമയത്തിനേക്കാണോ ഏകദേശം ഒരു 50 രൂപയോളം വില താഴേക്ക് വന്നിട്ടുണ്ട്. ഞാൻ കൊടുത്തു. അയാൾ വാങ്ങി വെച്ചു. വാങ്ങിയ സമയത്ത് അയാൾ ഉൽപ്പന്നം വാങ്ങി ഇവിടേക്ക് കൊടുത്തു. ആ വ്യക്തി അവരെ വൈഫിന്റെ കയ്യിലേക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്ത സമയത്ത് അവര് പറയാണ്, ഇതേ പേസ്റ്റ് കുറച്ച് ദിവസം മുമ്പ്, പക്ഷെ 2 ആഴ്ച മുമ്പ് ഒരു ലേഡി, നമ്മളെ റീറ്റെയിൽ ചെയ്ത് നടക്കുന്ന ഒരു ലേഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരെ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ അതേ പേസ്റ്റ്. പക്ഷെ അവര് ഇതിന് വില അധികം ആയതുകൊണ്ട്, റേറ്റ് ഓവർ ആയതുകൊണ്ട് എന്ത് ചെയ്താണ്, മാറ്റി വെച്ചതാണ്. കാരണം തിരിച്ചു കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ച. അവിടെയാണ് ഞാൻ എന്റെ പേസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. 175 വീണ്ടും പലതവണ വേണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, റേറ്റ് ഒരു 50 രൂപ താഴേക്ക് വരാൻ ശ്രമിച്ചു. പക്ഷെ നമ്മൾ ഒരുപാട് ആളെ പ്രശ്നം എന്താ, ഇത് കിട്ടിയവർക്ക്, പേസ്റ്റ് കിട്ടിയവർക്ക് കിട്ടിയ എനിക്ക് എന്താ കാര്യം, ഇതെന്താ കച്ചവടമാവില്ലല്ലോ എന്നൊരു സംഭവം. പക്ഷെ ഇതിന്റെ ശരിക്ക് പ്ലാൻ മനസ്സിലായാൽ ഉറക്കം പോകുന്ന, അതായത് പലരും പറയും ഇൻകം പ്ലാൻ മനസ്സിലായി കഴിഞ്ഞാൽ ഉറക്കം നഷ്ടപ്പെടുന്നു.
പക്ഷെ ഇതിന്റെ ഇൻകം പ്ലാൻ മനസ്സിലായി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റൂല നിങ്ങൾക്ക് ആർക്കും. ടൈമില്ല, ടാർഗറ്റ് ഇല്ല, ബോസ് ഇല്ല എന്ന് പറയും. ഇതേപോലെ ടൈമില്ലാത്ത, ടാർഗറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വേണ്ട വരുമാനം എങ്ങനെ കിട്ടും എന്നുള്ളത് മനസ്സിലാവുക. നമ്മൾ ഒരുപാട് ആൾ നമ്മുടെ ടീമിലുള്ള ഈ ഗ്രൂപ്പിലുള്ള ഒരുപാട് വ്യക്തികളുടെ പ്രശ്നം ഇതിൽ നമുക്ക് MRPക്ക് വിറ്റില്ല, ലാഭമില്ലല്ലോ എന്നുള്ളതാണ്. ഞാനും കുറച്ചു ദിവസം അങ്ങനെ മനസ്സിലാക്കി. അവസാനം ഞാൻ ചെയ്തത് എന്തിനാണ്, ഇതൊന്ന് വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്താണെങ്കിലും അയാൾക്ക് ആ പ്ലാന് ഈ ഒരു പ്രോഡക്റ്റ് ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാൻ പറ്റി. കൊടുത്ത സമയത്ത് അവരെന്ത് ചെയ്യാണ്, ഇത് ഏറ്റെടുത്തു, ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. അങ്ങനെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി. ഒരു 4-5 ദിവസം കഴിഞ്ഞ സമയത്ത് എന്നെ വിളിക്കുകയാണ്, ഇതിൽ വേറെ എന്താ പ്രൊഡക്റ്റ് ഉള്ളത്, ഇത് എന്താണ് സംഭവം, ഈ എന്താണ് സംഭവം എന്ന് ഒരു പേസ്റ്റ് വെക്കാൻ പറ്റാത്ത എനിക്ക് ഈ ആളോട് എന്താണ് സംഭവം എന്ന് വിശദമായി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റൂല എന്ന് എനിക്കറിയാം. ഞാൻ എന്ത് ചെയ്തു, നമ്മളൊന്ന് ഉമർസാനെ വിട്ടു പോവാന്ന് പറഞ്ഞു. അവനെ കൊണ്ട് എന്റെ വണ്ടീന്റെ വില കയറ്റി അവനെ ഉമർസാനെ വിട്ട് കൊണ്ടുപോയി. അവിടെ എത്തി ഉമർസാദാണ് ബാക്കി കാര്യങ്ങൾ അവനോട് പറയുന്നത്. അപ്പോ അതിന്റെ തൊട്ടടുത്ത ദിവസം കോഴിക്കോട് നാളത്തെ GTS ഉണ്ട്. അപ്പൊ ഉമർസാദ് പറഞ്ഞു GTSന് വരാം, നമുക്ക് നാളെ GTSന് പോവാം. ആ ഒരു സമയത്ത് GTSന് പോകുന്ന സമയത്ത് ഇവരോട് പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞില്ല, എനിക്ക് നാളെ എന്റെ വീടിന്റെ വാർപ്പാണ്, എനിക്ക് വരാൻ പറ്റൂല, പണിക്കാരുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉമർസാദിനോട് പറഞ്ഞ വാക്കുണ്ട്, നിങ്ങൾ അവിടെ ഇല്ലെങ്കിലും വീട് പണി നടക്കും. മീൻസ് അതായത് മെറ്റൽ കൊണ്ടുവരുന്ന ആളെ മെറ്റൽ ഇറക്കും, എംസാന് കൊണ്ടുവരുന്ന ആൾ അത് ഇറക്കും, അതിലൊന്നും സംശയമല്ല. പക്ഷെ ലോറി എന്തായാലും വന്ന സാധനം ഫുള്ളായിട്ട് തിരിച്ചു പോകില്ല, അതവിടെ ഇറക്കിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് അവരെന്ത് ചെയ്തു, എന്തായാലും വേണ്ട, ഉമർസാദ് പറഞ്ഞ വാക്കല്ലേ, അത് ഞാൻ കേൾക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ബിസിനസ്സിലേക്ക് അവർ വന്നു, ഏറ്റെടുത്തു. ഇന്ന് STC റാങ്കിലാണ്. അതായത് ഞാൻ അവിടെ കൊടുത്ത ഉൽപ്പന്നം ഹോൾസെയിൽ വിലക്ക് കൊടുക്കാൻ പറ്റിയതാണ് എന്ത്, ഈ ഒരു മാറ്റം. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം എന്താ, നമ്മൾ MRPക്ക് വിറ്റ് പോരും. അടുത്ത ദിവസം അവിടെ പോകുന്ന സമയത്ത് ഒരു പറയും എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ തീർന്നിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൺകുട്ടികൾ പോയി ID അടിച്ചിട്ട് KYC ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഉദ്ദേശം ഒരൊറ്റ സെക്കൻഡ് ഇവിടേക്ക് പറയാനുള്ളത്, നമ്മൾ ആരും തന്നെ റീറ്റെയിൽ വേണം, പക്ഷെ എല്ലാ സമയവും റീറ്റെയിൽ എന്നുള്ള സംഭവത്തിൽ നിന്ന് മാറി ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ നാളുകളിൽ നമുക്ക് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അങ്ങനെ ഞാൻ ടീമിനെ ഡെവലപ്പ് ചെയ്തു. ആ വ്യക്തി മുഖേന ഏകദേശം വലിയ വരുമാനത്തിലേക്ക് എനിക്ക് വരാനും, അതേപോലെ ഇന്ന് RTC റാങ്കിലേക്ക് വളരെ കുറഞ്ഞ സമയങ്ങൾക്ക്, ഏകദേശം 2-3 വർഷം കൊണ്ട് RTC റാങ്കിലേക്ക് വരാൻ എനിക്ക് സാധിച്ചു. ആ സമയത്ത് എനിക്ക് വന്ന ഞങ്ങൾ അറ്റൻഡ് ചെയ്ത ഒരുപാട് പ്രോഗ്രാമുകൾ, ഫണ്ട് ട്രെയിനിങ് ആണെങ്കിലും വർക്ക്ഷോപ്പ് ആണെങ്കിലും ഒക്കെ തന്നെ. അങ്ങനെ ആ ഒരു പ്രോഗ്രാം ആ സംസാര ബിസിനസ്സിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു. ആ വർക്ക്ഷോപ്പിൽ ഇരുന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഇൻകം പ്ലാനും ഏകദേശ ഐഡിയകളാണ് ഞങ്ങൾ ഇന്ന് നിലവില്ലാതെ, അതായത് നിൽപ്പില്ലാതെ ഓടുന്ന അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രോഗ്രാം വന്നു കോഴിക്കോട് വെച്ചിട്ട്. ഒരു ഉമർസാദിനെ ക്ഷണിച്ച ഒരു ZTC DTC ലീഡേഴ്സ് മീറ്റ് ആണ് കോഴിക്കോട് ഹോട്ടലിൽ വെച്ചിട്ട്. അവിടേക്ക് ഉമർസാദ് അന്ന് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ട് ഞാൻ ഉമർസാദ് ഡ്രൈവറായി പോയി. പുറത്തുനിന്ന സമയത്ത് എന്നോട് എന്റെ അപ്ലൈ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞു ഉള്ളിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറിയിരുന്നു. അന്ന് വെല്ലിസാർ അവിടുന്ന് ലീഡേഴ്സിന് കൊടുത്ത ഒരുപാട് വാക്കുകൾ ആ കാര്യങ്ങളിൽ നോട്ട് ചെയ്ത് വെച്ച് ഏറ്റെടുത്ത് ചെയ്തതാണ് ഇന്ന് ഞാൻ ഈ റാങ്കില്. കാരണം ഇവോൾഡ് പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് ഒരു ലീഡേഴ്സ് മീറ്റിംഗ് ആയിരുന്നു വെല്ലിസാർ വിളിച്ചത്. ആ ഇവോൾഡ് പ്രോഗ്രാമിന്റെ അന്ന് പറഞ്ഞു പെർഫോമൻസ് ബോണസ് എന്ന സാധനം, അതായത് അന്ന് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ പെർഫോമൻസ് ബോണസ് ഉണ്ട്, TC അല്ലാതെ. ഇപ്പോഴാണ് TC ആയത്. ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ പെർഫോമൻസ് ബോണസ് വിൻ ചെയ്യാൻ 1,00,000 PV ആണെന്ന് തോന്നുന്നു മാച്ച് ചെയ്യേണ്ടത്. അത് മാച്ച് ചെയ്താൽ പെർഫോമൻസ് കിട്ടും. അത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവോൾവ് എന്ന പ്രോഗ്രാം സുന്ദരമായിട്ട് ആ പ്രോഗ്രാം പങ്കെടുക്കാമെന്നും അതിൽ ഒരുപാട് ഗുണങ്ങൾ കിട്ടുമെന്നും മനസ്സിലായി. ഇവോൾവ് പ്രോഗ്രാം പങ്കെടുക്കാൻ അവിടെ നിന്ന് കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരെ വന്നു. എന്റെ കൂടെ ആത്മാർത്ഥമായി ചെയ്യാൻ തീരുമാനിച്ച ഒരു ലീഡറാണ് സാബിർ സാർ മാത്രം. സാബിർ സാർ വന്ന പാടെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു, അവരോട് ഇത് ഡിസ്കസ് ചെയ്തു. സാബിർ സാർ ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ആ ഒരു 3 മാസം ഇവോൾവിന്റെ ആ തുടക്കത്തില് 3 മാസം തുടർച്ചയായി ഞങ്ങൾ ഓടി. അതിന്റെ ഭാഗമായി തുടർച്ചയായി പെർഫോമൻസ് അടിച്ചു. ഇവോൾവ് പ്രോഗ്രാമിൽ മുബീൻ മുഹമ്മദ് സാർ ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാമിൽ ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ കേരളത്തിലെ 5ാമത്തെ ആളായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, നിൽക്കാൻ വേണ്ടി പറ്റി. കാരണം അന്ന് ഓടിയത് എന്തിനു വേണ്ടിയിട്ടാ, എന്റെ മനസ്സിലേക്ക് ഇത് കത്തി, ഞാൻ ഓടി ഇവോൾവ് പ്രോഗ്രാം. അങ്ങനെ അതിനുശേഷം അനീസാർ നടത്തിയിട്ടുള്ള പ്രോഗ്രാം,
അവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു റാങ്ക് രൂപത്തിൽ എത്താൻ വേണ്ടി പറ്റി. ശേഷം അനീസാർ എന്നെ വെച്ചിട്ടുള്ള ഒരു വർക്ക്ഷോപ്പ്, 2 day വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മളെ ലീഡേഴ്സിനുള്ള. ആ ഒരു പ്രോഗ്രാമിൽ അവർ പറഞ്ഞു പെർഫോമൻസ് തുടർച്ചയായിട്ട് 3 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ക്യാഷ് അവാർഡിൽ ഒന്ന് ഉമർ ഉസ്താദും ഒന്ന് ഞാനും വാങ്ങിച്ചു നമ്മളെ ടീമിന് വേണ്ടി. കാരണം എന്താ, ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ഒരുപാട് ആളുകൾ പ്രശ്നം എന്താ, എനിക്ക് നടക്കൂല, ആരും പറഞ്ഞാൽ കേൾക്കൂല, എനിക്കത് ചെയ്യാൻ പറ്റൂല. പക്ഷെ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് വേണം, പ്ലാനിങ് വേണം. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, ഓരോ മാസവും നേടിയെടുക്കാൻ പറ്റിയ അച്ചീവ്മെന്റുകൾ നമ്മുടെ കയ്യിൽ വേണം. നമ്മളെ കൂടെ വന്ന ടീം ലീഡേഴ്സിനെ, ടീമിനെ നമ്മൾ ശക്തമായി ഫോളോ അപ്പ് ചെയ്യണം. കാരണം ഓരോ മാസവും ഓരോ വ്യക്തികൾ, അതായത് ഓരോ സമയത്തും ഓരോ ആളുകളെ ഫോളോ അപ്പ് ചെയ്ത് അവര് കൊണ്ടുപോയി വെച്ച പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടോ, അത് അവിടെ കിടക്കുന്നുണ്ടോ, അത് എന്ത് ചെയ്തു. നമ്മളെല്ലാ ആളുകളും ചെയ്യാത്തൊരു കാര്യം എന്താ, പ്രൊഡക്റ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവരെ ഫോളോ ചെയ്യുന്നില്ല. കാരണം ചെറിയ ചെറിയ കാരണങ്ങൾ മതി ഓരോ വ്യക്തികളും ബിസിനസ്സിൽ നിന്ന് മാറി നിൽക്കാൻ. ചെറിയ കാരണങ്ങൾ, ചിലപ്പോൾ ഒരു ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്ത പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ എടുത്തിട്ട് കറക്റ്റ് മറുപടി കിട്ടാത്തായിരിക്കാം. ഇപ്പം ബിസിനസ് ചെയ്യുന്ന സമയത്ത് കുടുംബക്കാരോ സുഹൃത്തുക്കളോ പറഞ്ഞിട്ടുണ്ടാവും എന്ത്, ചെറുങ്ങനെ ഒന്ന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒന്ന് അവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ലീഡേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഓരോ ലീഡേഴ്സ് മീൻസ് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തിയ ആള് നിങ്ങൾ ലീഡറായി, അല്ലാതെ ഇതിന് വേറെ ക്വാളിഫിക്കേഷനും വേറൊരു ക്വാളിറ്റിയും ഇല്ല. നമ്മൾ ഒരു വ്യക്തിയെ ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയാൽ നിങ്ങൾ ലീഡറായി. അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് ഇരിക്കുന്ന 99% ആളുകളും ഒരു വ്യക്തിയെങ്കിലും ബിസിനസ്സിലേക്ക് പരിചയപ്പെടുത്തിയ ആളാണ്. അതുകൊണ്ട് നിങ്ങൾ ലീഡറായ നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആളുകളെ അവരെ പ്രയാസത്തിലും അവരെ സന്തോഷത്തിലും നിങ്ങൾ കൂടെ നിൽക്കുകയാണെങ്കിൽ നാളുകൾക്ക് നിങ്ങൾക്കും എന്താവാൻ പറ്റും, വലിയ റാങ്കിലേക്ക് മാറാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ഇതിൽ എന്ത് ചെയ്തു, എന്റെ കൂടെ വന്ന ആളുകളോട് കൂടെ നിന്നു, ചേർന്ന് നിന്നു. അതിന്റെ ഭാഗമായി ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം നെക്സസ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. നെക്സസ് പ്രോഗ്രാം ഇതില് RTC റാങ്കിൽ ദൈവാനുഗ്രഹം കൊണ്ട് 7ാം സ്ഥാനത്താണ് ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, ഇതിന്റെ പിന്നിലൊക്കെ ഈ ഒരു ബിസിനസ്സിനെ ഞാൻ മനസ്സിലാക്കിയത് എന്റെ കൂടെ എന്റെ ടീം ലീഡേഴ്സിനെയും എന്റെ ടീമിനെയും ഞാൻ ഉൾക്കൊണ്ടതോ എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞ കാര്യം അതേപോലെ ഫോളോ ചെയ്തുകൊണ്ട് മാത്രം. ഇവിടെ എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ ഇതിനെ അളക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ഈ ബിസിനസ്സിൽ ആരുമല്ല. ഇവിടെ എന്ത് ചെയ്തു, എന്റെ ടീം, എന്റെ ലീഡേഴ്സ് എന്നോട് പറഞ്ഞ കാര്യം, ലീഡേഴ്സ് പറഞ്ഞ കാര്യം ഞാൻ എന്റെ ടീമിനോട് കൊടുത്തു. ടീമിനെ ഞാൻ എന്ത് ചെയ്തു, ഫോളോ അപ്പ് ചെയ്തു. ഇവിടെ നാളെ നിങ്ങൾക്കും വലിയ മാറ്റം ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വലിയ മുതൽ മുടക്കോ ഏരിയയോ സമയമോ ടാർജറ്റോ ബോസോ ഒന്നുമില്ല. പക്ഷെ ഈ ബിസിനസ്സിലെ ബോസ് നിങ്ങളെ ബിസിനസ്സിൽ ബോസ് നിങ്ങൾക്കാവാൻ പറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാം. ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എപ്പോ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾക്ക് ഇത് വലിയ അച്ചീവർ ആവാൻ പറ്റും. ഈ ബിസിനസ്സിലെ ടാർജറ്റ് എത്ര രൂപന്റെ പ്രൊഡക്റ്റ് വാങ്ങണം വിൽക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ അച്ചീവർ ആവാൻ പറ്റും. നമ്മളെല്ലാ ആളുകളും ഈ ബിസിനസ് ആര് ചെയ്യണം, നമ്മൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിലവിൽ മറ്റാരോ ആണ് ഒരുപാട് ആളുകളെ കാര്യം തീരുമാനം എടുത്തത്. കാരണം എന്താ, പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങണം എന്നൊക്കെ ഇറങ്ങി തുടങ്ങി വന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, അല്ല ഈ കുടുങ്ങിയോ, ഇതെന്ത് പരിപാടിയാ, തട്ടിപ്പാട്ട് കുടുങ്ങണം, നോക്കണേ, പൈസ പോകട്ടോ എന്ന് പറഞ്ഞപ്പോ നമ്മളെല്ലാ ചാർജും പോയി. അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നോട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അതെന്തായിരിക്കും, ഇത് അറിവില്ലാത്ത ആളുകളെ വാക്ക് കേൾക്കലാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നിലവിൽ എന്താ, നമ്മൾ പല ട്രെയിനിങ്ങും പല പ്രോഗ്രാം കേൾക്കും. ഒരു ട്രെയിനിങ്ങിൽ വെല്ലിസാർ പറഞ്ഞൊരു സംഭവം ഉണ്ട്, നമ്മൾ പല തവണ ട്രെയിനിങ് കേട്ട് ഏത് റാങ്കിൽ എത്തിയ ആളാണെങ്കിൽ പോലും ഒരു അറിവില്ലാത്ത ഒരു സാധാരണ വ്യക്തിയുടെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മളെ ബിസിനസ് അവസരം നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ താഴേക്ക് പോകും. കാരണം എന്താ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, തുടർച്ചയായി പ്രോഗ്രാം, മോർണിംഗ് മീറ്റ്, ഇവന്റ്, അതേപോലെ RTP എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഇത് സ്ഥിരമായി ശക്തമായി കൊണ്ടെടുക്കാൻ പറ്റും. നമ്മൾ പലരും പറയുന്നുണ്ട് ഓരോ ദിവസത്തെ മോർണിംഗ് മീറ്റും ഓരോ പ്രോഗ്രാമുകളും ഇതിന്റെ ചാർജിങ് സെന്ററുകളാണെന്നാ. നമ്മൾ എത്ര തവണ ചാർജ് ചെയ്യുന്നുണ്ട്, നമ്മൾ ചാർജിങ് വളരെ കുറവ്. കാരണം വന്നത് തന്നെ ആർക്കോ വേണ്ടി വന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ പോയിരിക്കുന്ന പ്രോഗ്രാം ഏതാണോ അവിടെ പോയി വ്യക്തമായി നിങ്ങൾ കേൾക്കാനും പഠിക്കാനും തയ്യാറായാൽ നിങ്ങൾക്കും വലിയ മാറ്റം ഉണ്ടാവാൻ പറ്റും. ശേഷം ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നു, ഏറ്റെടുത്തു, ഷോപ്പ് ഒഴിവാക്കി. ഈ ബിസിനസ് ആത്മാർത്ഥമായി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റി. പക്ഷെ എന്നെ കളിയാക്കിയ ആളുകളുണ്ട്, ഒറ്റപ്പെടുത്തിയ ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും വാക്ക് ഞാൻ വില കൊടുത്തില്ല. പക്ഷെ നിലയിലിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ കളിയാക്കുന്ന ആളുകളെ വാക്കിനാണ് വാല്യൂ കൊടുക്കുന്നത്.
ഇവിടെ കോടികളോ ലക്ഷങ്ങളോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ ട്രഡീഷണൽ മേഖലയിൽ എന്ത് കിട്ടുന്നുള്ളൂ? ഒരു 1000 രൂപയെങ്കിലും വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ലക്ഷങ്ങളോ മുടക്കണം. 10,000 മാസ വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറണമെങ്കിൽ അതിലേറെ മുടക്കണം. പക്ഷെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഈ ഒരു ഏറ്റവും വലിയ ദൈവാനുഗ്രഹമുള്ള ഈ ഒരു മൈലേഷ്യൽ എന്ന ബിസിനസ്സിൽ നിങ്ങളെ മുടക്കുമുതൽ എന്താ? തുച്ഛമായ ശമ്പളം, തുച്ഛമായ ക്യാഷ് കൊണ്ട് മുടക്കി ഈ ബിസിനസ് തുടങ്ങിയത് കൊണ്ടൊന്ന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? ഫുൾ ടൈം ആയിട്ട് ഇത് ഏറ്റെടുക്കാൻ വരെ തയ്യാറാവത്തത്. കാരണം എന്താ? ഇതിന് വലിയ മുടക്കൊന്നുമില്ലല്ലോ. പലരും പറയുന്ന സംഭവമാണ് ഇത് ഒരു ജോലി ഇല്ലാത്ത ആൾ ചെയ്യേണ്ട ജോലിയാണ്. ഞാൻ പറയുന്നു, ഇന്ന് ലോകത്ത് നഷ്ടസാധ്യത അല്ലാതെ വിജയിക്കാൻ പറ്റിയ ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവും. നമ്മളെ കൂടെ പറയാൻ പറ്റും ആർക്കെങ്കിലും? നഷ്ടസാധ്യത ഇല്ലാത്തൊരു മേഖല. കാരണം ഇന്നലെയും ഞാനും എൻ്റെ അസോസിയേറ്റ് സിദ്ദീഖ് സാറും കൂടെ ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു കട, ഏകദേശം ഒരു 5 വർഷം മുമ്പ് തുടങ്ങിയ ഹാർഡ്വെയർ ഷോപ്പ് കണ്ടു. കട കാലിയാക്കുന്നു. വിറ്റൊഴിക്കൽ വിൽപ്പന. ലാഭം ഉള്ളത് കൊണ്ടാണോ? അല്ല. നിലവില് ആ ഒരു മേഖല ഒരുപാട് പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് ചെയ്ത ട്രഡീഷണൽ മേഖല ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ മൈലേഷ്യയിലെ ബിസിനസ്സോ എത്രത്തോളം ചെയ്യാൻ പറ്റും? എന്ത് നഷ്ടം ഉണ്ടാവും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്താൽ? അങ്ങനെ ആർക്കെങ്കിലും പ്രതിസന്ധി പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% നമ്മൾ മനസ്സിലാക്കുക, വർഷങ്ങളായി 10-13 വർഷത്തോളായി ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന മൈലേഷ്യയിലെ ഉൽപ്പന്നത്തിന്റെ കമ്പനിക്ക് ഒരു കോട്ടോ ഒരു നഷ്ടം ഒരു പ്രതിസന്ധിയല്ല. കമ്പനി ശക്തമായി മുമ്പോട്ട് പോകുന്നുണ്ട്. ആത്മാർത്ഥമായി ചെയ്ത എല്ലാ ലീഡേഴ്സും ഒരുപാട് ആളുകൾ വലിയ റാങ്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾ പോകുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. പരിഹരിക്കേണ്ട ആരെ? നമ്മളാണ്. നമ്മൾ പറയും, നമ്മൾ ആളുകൾ പറയുന്നു, ആളുകൾ അവസരം കേൾക്കുന്നില്ല, ഏറ്റെടുക്കുന്നില്ല. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഞാൻ കുറെ ഒരു വ്യക്തിയോട് പറഞ്ഞു, ആ വ്യക്തി ബിസിനസ്സിലായിട്ടൊന്നും ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ അയാള് ഈ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല. അയാൾ വിജയിക്കോ? ഇല്ല. പക്ഷെ എന്ത് ചെയ്യണം? ഏറ്റെടുത്താൽ വിജയിക്കും. അവിടെ ആ വ്യക്തി ഏറ്റെടുക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞത് ആൾക്ക് മനസ്സിലായില്ല. അത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പഠിക്കണം. ഈ ഇരിക്കുന്ന ആളുകൾ, 368 ആളുകളിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ ബിസിനസ് എന്താണ്, ഒരാളോട് എങ്ങനെ ഈ ഒരു അവസരം പറഞ്ഞു കൊടുക്കണം എന്ന് വ്യക്തമായി പറയാൻ പറ്റുമോ? ആളുകൾ നിങ്ങളെ വിജയിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയാൽ, നിങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ വരുന്നില്ല, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. ആരോട്? ലീഡർ എടുത്ത് പോവുക. ഇതിനത് പഠിക്കാം. ഇവിടെ ലക്ഷങ്ങളോ കോടികളോ മുടക്കാതെ ചെറിയ മുതൽ മുടക്കിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങാൻ പറ്റിയ ഇൻഡസ്ട്രിയിലാണ് അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഒരു ദിവസം നമ്മൾ ഒരുപാട് സമയം സംസാരിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ പല വാക്കുകളും. ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും ഒന്ന് ആത്മാർത്ഥമായിട്ട് ആലോചിക്കുന്ന ഒരു വിഷയം, മൈലേഷ്യൽ എന്ന ഈ ഒരു മഹത്തായ ബിസിനസ് അവസരത്തെ കുറിച്ച് ഒരു ദിവസം 20% നിങ്ങൾ ഒരു വ്യക്തിയോട് മൈലേഷ്യലിനെ കുറിച്ച് ആത്മാർത്ഥമായി സംസാരിക്കുക. അതായത് ഇതിനെ സിസ്റ്റമാറ്റിക്കലി സംസാരിക്കാൻ നിങ്ങൾ 20% തയ്യാറായാൽ നാളുകൾ നിങ്ങൾക്ക് ഒരു അച്ചീവറായി മാറാൻ പറ്റും. നമ്മളൊക്കെ പ്രശ്നം എന്താ? ഒരു പരിപാടി ഉണ്ട്, എന്താ ആ സംസാരത്തിന് മനസ്സിലായി, എന്താ പരിപാടി? സൈഡാണ്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് പ്രാധാന്യം കൊടുത്ത് നിലവിൽ ചെയ്യുന്ന ആ ഇൻവെസ്റ്റ് ചെയ്ത മേഖലക്ക് നമ്മൾ എന്ത് പ്രാധാന്യം കൊടുക്കുന്നത്? നിങ്ങളുടെ കയ്യിലുള്ള അവസരം എന്താ? 2ാം സ്ഥാനത്താ. നിങ്ങളെ കയ്യിലുള്ള ആ മേഖല, ഇപ്പൊ ചെയ്യുന്ന ഈ മേഖല, ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖല എന്നാണോ 1ാം സ്ഥാനത്തേക്ക് വരുന്നത്, അന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് പ്രതിസന്ധി ഉണ്ടാവും. ഇതൊന്നും നിങ്ങൾ വിട്ടെറിഞ്ഞു പോകേണ്ടതല്ല, നിങ്ങൾ പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട ബിസിനസ്സാണ്. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ഇതിനെ മനസ്സിലാക്കിയപ്പോ ഞാൻ എന്ത് ചെയ്തു? ഉമർ സാർ പറഞ്ഞു, ഷോപ്പ് ഒഴിവാക്കി ഇന്ന് ചെയ്ത് ഫുൾ ടൈം ആയിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തൊരു കാര്യം, എന്നെ പരിചയപ്പെടുത്തിയ ആളെ വാക്കിന് വാല്യൂ കൊടുത്തു. അതിന് ഞാൻ എല്ലാ സമയത്തും പലതവണ പറയുന്ന വാക്കാണ്. ഇവിടെ അനുസരണം എന്ന് പറഞ്ഞ സംഭവത്തിന് എന്തുണ്ട്? വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് കിട്ടിയത് ഈ ഒരു ബിസിനസ് വലിയൊരു ഹൈപ്പർ മാർക്കറ്റിന്റെ ഓണർഷിപ്പാണ്. എന്താ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? 0. നിങ്ങൾ 10,000 അല്ലെ 1,00,000 മുടക്കി കടയിൽ എത്ര സമയം ചെലവഴിക്കുന്നു? വളരെ കൂടുതൽ സമയം ചെലവഴിക്കുന്ന അവിടെയാണ്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തൊരു മേഖല നമ്മൾ പറയുന്നത് എന്താ? ചെറിയൊരു പരിപാടി ഉണ്ട് അല്ലെ? എല്ലാ ആളുകളും പറയുന്നു ചെറിയ പരിപാടി. എന്താ പരിപാടി? ചെറുങ്ങനൊരു ചെറിയ കച്ചവടം ഉണ്ട്, ആയുർവേദ ചെറിയ സ്ഥാനം. പക്ഷെ അത് നിങ്ങൾക്ക് എന്ന് നിങ്ങളെ മനസ്സിലേക്ക് വലുതാക്കാൻ പറ്റുന്നോ, അന്നാണ് നമ്മൾ എന്ത് ചെയ്യുക?
വലിയൊരു അച്ചീവറാണ്. കാരണം നമ്മളെ 2 or 3 തലമുറ രക്ഷപ്പെടുന്ന ഒരു അവസരം നമ്മളെ മുമ്പ് കിട്ടി. ഞാൻ മുമ്പ് ചെയ്ത മേഖലയിൽ എനിക്കൊരു ദിവസം പോകാൻ പറ്റിയിട്ടില്ലേ, ഞാൻ അന്ന് പ്രതിസന്ധി അനുഭവിക്കുന്ന ആളാണ്. ഞാൻ ഈ ബസ്സിലേക്ക് വരുന്നതിന് മുമ്പ്, കട അടയ്ക്കുന്നതിന്റെ ഒരു വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. ഒരു 4 മാസം കടയിൽ പോകാൻ പറ്റാത്ത സമയത്താണ് എന്റെ കട പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് മാറിയത്. തൊട്ടടുത്തവർ ഒരു കട വന്നു. ആ കടക്കാരൻ ഉഷാറായി വന്നപ്പോ എന്റെ കട എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക് ആയിട്ട് താഴേക്ക് പോയി. കാരണം നോക്കി നടത്താൻ ഞാനില്ല. ഞാൻ ആക്കിയ ആൾക്ക് എന്തില്ല, ഉത്തരവാദിത്വം കുറവ്. ശേഷമാണ് എന്ത് ചെയ്ത് എന്റെ പ്രതിസന്ധി വന്നു. അങ്ങനെയാണ് അവസരം കിട്ടി ഏറ്റെടുത്തത്. അവിടെ ആ മേഖല മറ്റൊരാൾ നമ്മളോട് പ്രതികരിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ നഷ്ടപ്പെടും. അങ്ങനെ ഷോപ്പ് എനിക്ക് നഷ്ടം വന്നു. ഇവിടെ ആ സമയത്ത് ശേഷം ഈ ബിസിനസ്സിലേക്ക് വന്നു. ഞാനൊരു 10 ദിവസം വീട്ടിൽ നിന്ന് പോയിട്ടില്ലെങ്കിലും വരുമാനം കിട്ടുന്ന ഒരു അവസരം എനിക്ക് മനസ്സിലായി. അത് ഏറ്റെടുത്തു. അത് ഞാൻ അനുഭവിച്ചു. 10 ദിവസം ഹെയർ സെല്ലിങ്ങിലേക്ക് വന്നതിന് ശേഷവും എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത് ആഴ്ചയാണ്. കാരണം എന്താ, എന്റെ കൂടെ വന്ന ആൾ. ഞാൻ എന്റെ കൂടെ വന്നോട് പറഞ്ഞെന്താ, എന്റെ കൂടെ വന്നോളി, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ കൂടെ വന്ന ഓരോ വ്യക്തിനോട് നിങ്ങൾ പറഞ്ഞ വാക്കെന്താ, കൂടെ നിന്നോടിട്ട് രക്ഷപ്പെടും, ഞാൻ രക്ഷപ്പെടുത്തും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങളെ കൂടെ വന്ന് എത്ര പേരോട് നിങ്ങൾ അത് പറഞ്ഞു, എത്ര പേരോട് നിങ്ങൾ വാക്ക് പാലിച്ചു. അവരെ വിളിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവരെ കൂടെ നിർത്താനും നിങ്ങൾ തയ്യാറായാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം എന്താ, നമ്മളിതിന് പാർട്ട് ടൈം ആയിട്ടാണ് ഈ ബിസിനസ് നമ്മൾ എന്ത് ചെയ്തത്. പക്ഷെ ഫുൾ ടൈം ആയി ചെയ്യാൻ പറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യുന്ന മേഖല എന്താണെന്ന് അറിവ്, പ്ലസ് അതിന്റെ കൂടെ നമ്മൾ ചെയ്യുന്ന മേഖലയിൽ ഉള്ള വാങ്ങി വിൽക്കാൻ പറ്റിയ ഉൽപ്പന്നം എന്താണോ അത് നമ്മളെ കയ്യിൽ വേണം. നമ്മളെ കയ്യിൽ ചുരുങ്ങിയ 25 രൂപേന്റെങ്കിലും പ്രൊഡക്റ്റ് സ്റ്റോക്ക് നമ്മളെ കയ്യിൽ വെക്കുക. ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുക. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഡേഴ്സിനോട് സംശയങ്ങൾ ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കയ്യിൽ, ഞാൻ ഷോപ്പ് എടുത്തിയ കാലത്ത് എന്റെ കടയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും മാത്രമേ എനിക്ക് ആ ബിസിനസ് വിജയിക്കാനും ചെയ്യാനും പറ്റത്തുള്ളൂ. ഈ മേഖലയിലോ നമ്മുടെ കയ്യിൽ ഉൽപ്പന്നം വേണം. എത്ര വേണം? കോടികളും ലക്ഷങ്ങളും ഒന്നും വേണ്ട. ആ അത്യാവശ്യമുള്ള ഉൽപ്പന്നം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി. ഇവിടെ നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല. പല തവണ ഞാൻ ആലോചിച്ചൊരു സംഭവമാണ്, ഈ ഒരു മേഖലയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ. ഈ പ്രതിസന്ധി നിറഞ്ഞൊരു കാലത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്, ഞാൻ ഇതിലേക്ക് വന്നത്. ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തു. നഷ്ടസാധ്യത അല്ലാതെ ചെയ്യാൻ പറ്റിയൊരു ഇൻഡസ്ട്രിയാണെന്ന് മനസ്സിലായി. എന്റെ ഒരുപാട് ആളുകൾ, എന്റെ ബന്ധക്കാരൊക്കെ എന്ത് ചെയ്തു, പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഷോപ്പ് ഉണ്ടായിട്ട് ആ ആൾ എന്ത് ചെയ്യാണ്, ഇപ്പോ സോപ്പും പേസ്റ്റും വെക്കാൻ നടക്കുകയാണ്. പക്ഷെ ഞാൻ വിറ്റത് സോപ്പും പേസ്റ്റും അല്ല, സ്കോപ്പും ഫ്യൂച്ചറും ആണ് എന്നുള്ളത് ശേഷമാണ് ഒരുപാട് ആൾക്ക് മനസ്സിലായത്. എന്നെ റിജക്ട് ചെയ്ത ഒരുപാട് ആളുകൾക്ക് ഇന്ന് രാവിലെ ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം, പേസ്റ്റ് വേണം. ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുന്നു, അതായത് റീറ്റെയിൽ ആയിട്ട് എന്റെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർ ഓരോ ദിവസവും തീരുന്ന സമയത്ത് പറയും, പേസ്റ്റ് തീർന്നിട്ടുണ്ട്, ഒന്നെന്ത് ചെയ്യണം, കൊണ്ടുതരണേന്ന് പറയും. അങ്ങനെ ഞാൻ ആ പേസ്റ്റ് കൊണ്ടു കൊടുക്കും. അത് സ്ഥിരമായി എന്റെ കസ്റ്റമറായി മാറി. മുമ്പ് ഞാൻ ചെയ്യുന്ന മേഖലയിലാണെങ്കിലോ, എന്റെ ട്രഡീഷണൽ കടയിൽ എന്റെ അടുത്ത് വന്ന് വാങ്ങിയാൽ മാത്രമേ എനിക്ക് കിട്ടൂ. ഈ മേഖലയിലോ എന്റെ അടുത്ത് വന്ന് വാങ്ങണ്ട, എന്റെ ടീമിൽ നിന്ന് എവിടുന്ന് വാങ്ങിയാലും ഒരു പേസ്റ്റിന്റെ മുകളിൽ 4 രൂപയും പൈസ ആർക്കുള്ളതാ, എനിക്കുള്ളതാ. ഇവിടെ എന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്താ, 0. അപ്പം ഇത് ശരിക്കും നമുക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ വീട്ടിൽ പോകുന്ന സമയത്തും ഇൻകം പ്ലാൻ നിങ്ങൾ മനസ്സിലാക്കി, ഇൻകം പ്ലാൻ ഒരു നോട്ട് പുസ്തകത്തിൽ, മീൻസ് ഒരു പേജിൽ വരച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റും. നിങ്ങളെ കൂടെ ഉള്ള ആൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ വരുമാനമുള്ളത് കാണിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ വരുമാനം കിട്ടുന്ന അവസരം പറഞ്ഞു കൊടുത്ത് അവരെ ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. പക്ഷെ നമ്മളെ പ്രശ്നം എന്താ, ഇൻകം പ്ലാൻ അറിയില്ല. പ്ലാൻ മനസ്സിലാക്കുക, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, അതിന് ലീഡേഴ്സിന്റെ ഭാഗത്ത് സപ്പോർട്ട് തരും. അത് പഠിച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വിജയിക്കാൻ പറ്റും. 5 or 10 വർഷം ഒരു ട്രഡീഷണൽ മേഖല അല്ലെങ്കിൽ മറ്റ് മേഖല ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാൾക്ക് വെറും 3 or 4 വർഷം ഫുൾ ടൈം കരിയർ ആയിട്ട് ഇതിന്റെ കൂടെ നിന്ന രക്ഷപ്പെടുന്ന ഇന്ത്യയിൽ ഒരു അവസരം ഉണ്ടെങ്കിൽ, നഷ്ടസാധ്യത ഇല്ലാതെ വിജയിക്കാൻ പറ്റിയ ലോകത്തൊരു അവസരം ഉണ്ടെങ്കിൽ ടയർ സെല്ലിംഗ് മാത്രമാണ്. നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്, ഇത് നമ്മൾ കുറെ കൊടുത്തു, ഇനി ആർക്ക് കൊടുക്കും, എവിടെ കൊടുക്കും. നിങ്ങളെടുത്ത് ചുറ്റുവട്ടം പരിശോധിക്കുക. നിങ്ങളെ കുടുംബത്തിൽ
നിങ്ങളെ സുഹൃത്തുക്കൾക്കോ കുടുംബങ്ങൾക്കോ എല്ലാ ആളുകളിലേക്കും നിങ്ങൾ ഉൽപ്പന്നാക്കി മാറ്റിയിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ പ്രശ്നം എന്താ? അവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ ഇന്നലെ വീട്ടിൽ പോയ സമയത്ത് ആള് പറഞ്ഞു ഇതെല്ലായിടത്തും എത്തിപ്പോയി, ഇനി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങളെ ഈ ഒരു വാർഡിൽ എത്ര വീടുണ്ട്, എത്ര വ്യക്തികൾ? ഏകദേശം 1000 വ്യക്തികൾ, 1000 വോട്ടുള്ള ഒരു വാർഡാണെങ്കിൽ 18 വയസ്സിന് മേലോട്ടുള്ളൊക്കെ കേട്ടോ വോട്ട് അല്ലേ? ഈ 1000 ആൾക്ക് എത്ര പേർ മലേഷ്യൽ ബിസിനസ് ആത്മാർത്ഥമായി ചെയ്യുന്ന എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. ഞാൻ എണ്ണി അയാളോട്. അയാൾ പറഞ്ഞു 3 പേരാണുള്ളത്, ബിസിനസ് ആയി ചെയ്യുന്ന 3 പേര്. ഇതിൽ എത്ര പേർക്ക് നിങ്ങൾ ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട്? ഈ വാർഡിൽ എത്ര ആൾക്കാർ ഉൽപ്പന്നം ഉപയോഗിക്കുന്നവരുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ എണ്ണ സമയത്ത് ഏകദേശം ഒരു 10% പോലും മലേഷ്യയിൽ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ആളുകൾ ആ പ്രദേശത്തില്ല. ബാക്കി 90% ആളില്ലേ? ഇവർക്ക് നിങ്ങൾക്ക് ഉൽപ്പന്നം കൊടുക്കാൻ തയ്യാറായോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതില്ല, ചെയ്തില്ല. ഞാൻ നിങ്ങളെ കുടുംബത്തിൽ എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട്? കുറച്ച് പേര് ഉപയോഗിക്കുന്നുണ്ട്. ഈ സംഭവം നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആളുകളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, എണ്ണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ചീവറായി മാറാൻ പറ്റും. ഇത് കൊണ്ടുവന്ന് വെക്കുന്ന ബിസിനസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ടീമിനെ ഡെവലപ്പ് ചെയ്താൽ, മീൻസ് കൊണ്ടുവന്ന് വെക്കുന്ന റീറ്റെയിൽ ചെയ്യുന്നതിൽ എന്തുണ്ട്? നമ്മൾ പിടിച്ചു നിൽക്കാൻ അത് വേണം. ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താ? ടീമിനെ ഡെവലപ്പ് ചെയ്താൽ നാളുകൾ നമുക്കും വലിയ മാറ്റം ഇതിൽ കൂടെ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വേണ്ടെന്താ? ഇന്നലെ നമ്മളെ സാർ പറഞ്ഞ പോലെ വേർപ്പിന്റെ അസുഖം തീരെ പാടില്ല. കാരണം നമ്മളെ പ്രശ്നം രാവിലെ ഇറങ്ങി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ പറയും ഉച്ച വെയിലാണ്, പിന്നെ ഒരു വൈകുന്നേരം 4 മണിക്ക് പോകാന്ന് വിചാരിക്കും. അപ്പം തോന്നുന്നത് ഇന്നാടെ നിൽക്കട്ടെ, നമുക്ക് അടുത്ത ദിവസം നാളെ പോവാം. അങ്ങനെ ഇരിക്കാൻ വിചാരിക്കരുത്. രാവിലെ നമ്മൾ ഇറങ്ങുക, നേരത്തെ ഇറങ്ങിയിട്ട് ടൈമോ ടാർജറ്റ് ഒന്നും ഇല്ലാതെ ഈ ബിസിനസ്സിലെ ബോസ് ഞാനാണ് എന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ ചെയ്യുക. പ്രൊഡക്റ്റ് എടുക്കുന്ന വീടുകൾ ഹോം മീറ്റിംഗ് വെക്കുക. പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ്, അതിനെ കുറിച്ചൊരു ബോധങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അവരെ ഫോളോ അപ്പ് ചെയ്യും. നാളെ അവരും നിങ്ങളെ കൂടെ ഏകദേശം പറയാൻ പറ്റിയ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അവരെ ഇതേപോലെ സിസ്റ്റം പഠിപ്പിച്ചാൽ മതി. നമ്മൾ ചെയ്യാത്ത എന്താ? നമുക്ക് സിസ്റ്റം പഠിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള. കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ശക്തമായിട്ട് ഇതിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നാളെ അവരും നമ്മളെ കൂടെ നിൽക്കും. കൂടെ വിൻ വിൻ ബിസിനസ് ആണ്. നാളെ കൂടെ വന്നവൻ രക്ഷപ്പെടും, നമ്മൾ രക്ഷപ്പെടുന്ന ഒരു അവസരം. ട്രഡീഷണൽ മേഖലയിൽ ഞാൻ മുമ്പ് കട നടത്തിയ സമയത്ത് എന്റെ കടയിൽ ആളുണ്ടെങ്കിൽ എന്റെ ഷോപ്പിൽ ഞാൻ തുടങ്ങി. എന്റെ അതേപോലെ ഒരു ഷോപ്പ് അപ്പുറം തുടങ്ങിയ സമയത്താണ് എനിക്ക് എന്ത് ചെയ്ത് പ്രതിസന്ധി വന്നത്. ഡയറക്ട് സെല്ലിംഗ് എന്റെ കൂടെ വന്ന ആളുകൾക്ക് നാളെ ഞാൻ ഈ അവസരത്തിലെ ബിസിനസ്സിന് 100%, ട്രഡീഷണൽ മേഖലയിൽ ഞാൻ പ്രൊഡക്റ്റ് എടുക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എന്റെ ഉൽപ്പന്നം വാങ്ങുന്ന സ്ഥലം രഹസ്യമായിട്ട് എനിക്ക് ലാഭത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ തൊട്ടടുത്ത് കിടക്കാനത് പറഞ്ഞു കൊടുക്കില്ല. ഞാൻ അങ്ങനെ പറയാൻ തയ്യാറായാൽ എന്റെ കച്ചവടം എന്ത് ചെയ്യും? നഷ്ടത്തിലേക്ക് പോകും. നെറ്റ്വർക്ക് മാർക്കറ്റ്, ഡയറക്ട് സെല്ലിംഗ്, മൈലേഷ്യയിലെ ബിസിനസ്സിലോ ഞാൻ എനിക്ക് കിട്ടിയ 100% അറിവ് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ഞാൻ വിജയിക്കുള്ളൂ. ഇതല്ലേ ബിസിനസ്. കാരണം എന്താ? എന്റെ കൂടെ വന്ന ആള് എന്നേക്കാൾ ആത്മാർത്ഥമായി ചെയ്യാൻ തയ്യാറായാൽ ഇവിടെ ആര് വിജയിക്കും? ഞാൻ ഓട്ടോമാറ്റിക് വിജയിക്കും, ആളും വിജയിക്കും. ഇത് ചെയ്യണം നമ്മൾ തീരുമാനം എടുക്കുക. എനിക്ക് ഇത്രയും സമയം ഈ കേട്ട ആളോട് പറയാനുള്ളത്, ഈ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാവണം. നമ്മളിപ്പം ചെയ്യുന്നത് മറ്റാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാളുകളിൽ എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഇത്. എന്റെ കുടുംബം നാളെ രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ദൈവം തന്നത്. ഇതിലാണ് ഞാനുള്ളതെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുക.